നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനായി കാത്തിരിക്കുന്നവരാണ്. ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു വലിയ അവസരം നമ്മുടെ മുന്നിലെത്താൻ നമ്മൾ കൊതിക്കാറുണ്ടോ? എന്നാൽ ആ അവസരം നിങ്ങളുടെ മുന്നിൽ വന്നാൽ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്ന് പുരാതന അറേബ്യയിലെ ഒരു നിഗൂഢമായ കൊട്ടാരത്തിൻ്റെ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യം പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങളെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറും. തീർച്ചയാണ്. വീഡിയോ ഫുള്ളായി കാണൂ. മരുഭൂമിക്ക് നടുവിൽ ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു. അവിടുത്തെ വൃദ്ധനായ രാജാവ് തൻ്റെ പിൻഗാമിയെ കണ്ടെത്താൻ ഒരു മത്സരം വെച്ചു. രാജ്യത്തെ ഏറ്റവും മിടുക്കരായ 3 യുവാക്കളെ അദ്ദേഹം വിളിച്ചു വരുത്തി. അവരുടെ മുന്നിൽ 3 വലിയ വാതിലുകൾ ഉണ്ടായിരുന്നു. ഒന്ന് സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു, രണ്ടാമത്തേത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു, മൂന്നാമത്തേത് തുരുമ്പിച്ച പഴയ മരം കൊണ്ടുള്ളതായിരുന്നു. ഒന്നാമത്തെ യുവാവ് വളരെ ധനികനും കാണാൻ നല്ല ഭംഗിയുള്ളവനായിരുന്നു. അവൻ നേരെ പോയത് സ്വർണ്ണവാതിൽ തുറക്കാനാണ്. പക്ഷെ പല കുതന്ത്രങ്ങളും തന്ത്രങ്ങളും അവൻ കയറ്റി നോക്കി. അവൻ്റെ സമ്പത്ത് കൊണ്ട് ഉപയോഗിച്ച് തുറക്കാനുള്ള മാർഗങ്ങൾ നോക്കി. പല പ്രലോഭനങ്ങളും നടത്തി നോക്കി. പക്ഷേ വാതിൽ ഒന്ന് മാത്രം തുറന്നില്ല. അവൻ പരാജയപ്പെട്ടു പിന്മാറി. രണ്ടാമത്തെ യുവാവ് വലിയ ബുദ്ധിമാനായിരുന്നു. അവൻ വെള്ളിവാതിലിൻ്റെ പൂട്ട് പരിശോധിച്ചു. പല തന്ത്രങ്ങളും മെനിഞ്ഞു നോക്കി. മണിക്കൂറുകളോളം അധ്വാനിച്ചു. വാതിൽ തുറന്നില്ല. പല രസതന്ത്രങ്ങളും അവൻ നോക്കി. ഇവിടെ തുറന്നില്ല. പക്ഷേ മൂന്നാമത്തെ യുവാവ് അവൻ വിനയമുള്ളവനായിരുന്നു. അവൻ തുരുമ്പിച്ച മരവാതിലിന് മുന്നിലെത്തി. എല്ലാവരും അവനെ നോക്കി പരിഹസിച്ചു. എന്നാൽ അവൻ ആ വാതിലിന് ഒരു താക്കോൽ തിരഞ്ഞില്ല. പകരം അവൻ ആ വാതിൽ പതുക്കെ ഒന്ന് തട്ടി. മുട്ടുവീൻ തുറക്കപ്പെടുമെന്നുള്ള സന്ദേശം അദ്ദേഹത്തിന് ഉള്ളിലുണ്ടായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വാതിൽ പണ്ടേ തുറന്നു കിടക്കുകയായിരുന്നു. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിൻ്റെ പല വലിയ വാതിലുകളും പൂട്ടിക്കിടക്കുകയാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ വെറുതെ വിചാരിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ ധൈര്യത്തോടെ ഒന്ന് തട്ടി നോക്കാൻ പോലും ആരും തയ്യാറല്ല. നീ ആ കാര്യം ധൈര്യത്തോടു കൂടി ചെയ്തു. അദ്ദേഹം അവനെ പ്രശംസിക്കുകയും തൻ്റെ രാജാധികാരം നൽകുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ആ മരവാതിൽ നിങ്ങളുടെ പേടിയാണ്. മുൻവിധികൾ സ്വർണ്ണവാതിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന വിചാരത്തെ പോലെ വലിയ കാര്യങ്ങൾ മാത്രമേ വിജയിക്കൂ എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യണം, എന്നെങ്കിലേ വലിയവനാകൂ എന്നുള്ള ഒരു ധാരണയും നമ്മളുടെ മനസ്സിലുണ്ട്. ചെറിയ കാര്യങ്ങൾ അപ്പോൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ, സ്ഥിരതയോടുകൂടി ചെയ്തുകൊണ്ടേയിരുന്നാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതാരും ചിന്തിക്കുന്നില്ല. വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യണം എന്നുള്ള ധാരണയാണ് നമ്മുടെ മനസ്സിൽ. ഓരോ സ്റ്റെപ്പിൽ കൂടിയാണ് നമ്മൾ എവറസ്റ്റ് വരെ കടന്നു പോകുന്നത്. ഒരു സ്റ്റെപ്പ് പിന്നെയും ഒരു സ്റ്റെപ്പ്, അങ്ങനെയാണ്. ഒറ്റയടിക്ക് ആരും എവിടെയും വിജയിക്കാറില്ല. പിന്നെ ഒന്നുള്ളത് തുടങ്ങാനുള്ള മടിയാണ്. പല കാര്യങ്ങളും കഠിനമായി അധ്വാനിച്ചെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്നുള്ള ധാരണയാണ് നമുക്കുള്ളത്. പല കാര്യങ്ങളും കഠിനമാണ് എന്ന് കരുതി നമ്മൾ തുടങ്ങാറേയില്ല. സത്യത്തിൽ അത് തുറന്നു കിടക്കുന്ന വാതിലാണെങ്കിൽ പോലും ഞാൻ തൊട്ട് നോക്കാറില്ല, മുട്ടി നോക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഫലവും ലഭിക്കാറില്ല. ലളിതമായ ചിന്ത സങ്കീർണമായ വഴികൾ തിരയുന്നതിനേക്കാൾ ലളിതമായ ചിന്തിക്കുന്നത് പലപ്പോഴും വലിയ വിജയത്തേക്ക് നമ്മെ നയിക്കും. ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ വലിയ വലിയ മല കയറാൻ സാധിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ സ്റ്റെപ്പ് കൊണ്ട് തുടങ്ങിയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ വിജയം പെട്ടെന്നുള്ള എല്ലാ വിജയവും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. സാവധാനത്തിൽ സ്റ്റെപ്പായി നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനം നമുക്ക് ഭാവിയിലും വിജയം ലഭിക്കും.
നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിടക്കുന്ന ആ വാതിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് തന്നെ ആ ചുവടുവെപ്പ് നടത്തുക. ഭാഗ്യം തേടി അലയുന്നവർക്ക് തീർച്ചയായും കാണേണ്ട ഒരു കഥയാണ് ഇത്. ആരും തുറക്കാത്ത ആ മൂന്നാമത്തെ വാതിലിനുള്ളിൽ എന്തായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സന്ദേശം മതിയാകും. നിങ്ങൾ ഇതുവരെ തുടങ്ങാൻ പേടിച്ച ആ ഒരു കാര്യം എന്താണ്? ഈ കഥ കണ്ട ശേഷം അത് തുടങ്ങാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടിയോ? താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.